അത് കൊള്ളാം. ആ തലയും ഒരു കാലിങ്ങട്. ആ നിനക്ക് ഞാൻ ഒരു സെക്കൻഡ് കുട്ടി മാറിക്കോ. ഒരു സാധനം കൂടെ ചിക്കൻ ഫ്രൈ പിന്നെ കാലിനല്ലാണ്ട് പിന്നെ എന്തിനാണ് പറയുന്നത്? ഒന്ന് പറഞ്ഞേ. ആ അത് ശരിയാണ്. ഹലോ ഹലോ അയ്യോ ഹലോ 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 രംഗൻ പറയൂ. എന്ത് പറയാൻ? അല്ല എന്തിനാ പറയാൻ വന്നെന്ന് പറഞ്ഞു. മലയാളം പറയൂ. മലയാളം ആര് പറയാ? എന്ത് ആരാ? ആര്? ഞാൻ എന്റെ ചങ്കും പങ്കുമായ വില്ലിനെ കാണാൻ വന്നത്. ആ ഓക്കെ ഓക്കെ. ഇതാണല്ലോ നിന്റെ ഗ്രൈൻഡിങ് പാർട്ണർ. ഇതാണല്ലോ നിന്റെ ഗ്രൈൻഡിങ് പാർട്ണർ. അവ കൊണ്ട് ഒതുക്കി എവിടെയും. അന്നേരം പറഞ്ഞത് പാർട്ണറാണെന്ന്. ഇരുട്ടത്ത് കുഞ്ഞിരിപ്പിക്കും നിന്നെ. ചന്ദ്രേട്ടാ ഇവിടെ ഇരുന്നോട്ടെ. ഓഹോ ബ്രോ ഇരി അതെന്ത് ചോദിക്കണം. എന്ത് ചോദിക്കണം? ഞാനായിരുന്നു പ്രസിഡന്റാ മേയറാ ഇവിടുത്തെ. ഇരി ധൈര്യമായിട്ടിരുന്നോ. ഒരു സീനും ഇല്ല. എടാ നീ അമ്പാനാണാ? എടാ വില്ലിയല്ല അമ്പാൻ. അമ്പാൻ അമ്പളം. ജെ അടിച്ചാ സിമ്പിൾ ആയിട്ടിരിക്കും. കീബോർഡ് അടിച്ച് പൊട്ടിച്ചോളല്ലേ. ഇപ്പൊ കീബോർഡ് എന്താ ഒരു മിനിറ്റ്. ഇല്ല ഗ്യാങ് ഫണ്ട് വേണ്ട. ഞാൻ കഴിഞ്ഞ വേണ്ടാ എന്നെ ഉണ്ടാക്കല്ലേ. 23 കോടി കേട്ടോ. ആ രംഗ അതല്ല അവിടെ ഇരുന്നോ കുറച്ച് ഇരി. എടാ ഇത് രംഗ രംഗ ഓ അമ്പത്തൂരല്ല ബെല്ലാരി. അമ്പത്തൂര് വേറെ പയ്യനാണ്. വേറെ പയ്യനാണ്. സ്വർണം ഈ അമ്പാനറിയാ. അമ്പ കുഴിക്കാൻ അമ്പാനെ ഓ ദേവ് നിക്കണ്. രംഗന്റെ തന്നെ എന്നാ സെറ്റ് ആയിരിക്കും. നല്ല കോംബോ ആയിരിക്കും. രംഗണന്റെ അമ്പ ഏതാ? 5033 നമ്മ ഇപ്പൊ ഇരിക്കുന്ന പിൻകോഡ്. അമ്പാനൊക്കെ സൂക്ഷിച്ച് നോക്കണേ. പാവമാണ്, പാവം ചെക്കനാണ് അമ്പാൻ. നിന്റെ സ്വർണ്ണ കൊറേ ഉണ്ടെന്നറിഞ്ഞല്ലോ. ഇപ്പൊ എങ്ങനെ ഈ സ്വർണ്ണമൊക്കെ ഇതാക്കിട്ട് എന്ത് ചെയ്യാനാണ് പരിപാടി? എന്താണ് അത്ര പൈസ എടുത്തിട്ട് ഇവിടെ എന്തേലും ഡോണാവാനാണ് പരിപാടി? ഇപ്പൊ ബിറ്റ് കോയിൻ ഒക്കെയാ കാലൊക്കെ കഴിഞ്ഞതില്ല. ഇത് മാലയ്ക്ക് വേണ്ടിട്ടാണോ? ഈ മാലയും കമ്മലൊക്കെ ഇടാനാണോ? ഞാൻ പറയാ തട്ട് സാധനം കിട്ടാ പോരെ. എന്തിനാണ് നമ്മള് ഒറിജിനൽ സാധനം കിട്ടി നടക്കണം അല്ലടാ. തട്ട് സാധനം ഈ കടയിൽ കിട്ടും. ഇവനറിയാം ഈ കടയിൽ കിട്ടും മൊത്തം കിട്ടും. എടാ വില്ലി റെഡിയാക്കിയിട ആളെ. എടാ വില്ലി അല്ല അവൻ തോന്നിക്കണം. അവൻ തോന്നിക്കണം. നേരെ വെള്ള തോന്നിക്കണം. എടി പെണ്ണെ പോയി ഡ്രസ് ഇട്ടാൻ പറ്റിയ എന്തിന് കൊറേ നാളെ ചിക്കൻ കാലം പിടിച്ച് നടക്കണ്. കാണൂല അവക്ക് നമ്മളെന്നോ. ചിക്കനല്ലേ അല്ല എന്താണ്? അല്ല ഞാൻ എങ്ങനെ സംസാരിക്കണം? ഇങ്ങോട്ട് എന്താ കുണ്ണ കുണമാറ്റല്ലേ. വാ ഇങ്ങോട്ട്. വാ എത്ര വാ.
ഈ ഹെസറിനെ എങ്ങനെ സംസാരിക്കണം എന്നാണ് അല്ല ജസ്റ്റ് ഒരു ഇതില് ഹെസറിന് ഞാൻ ഇച്ചിരി ചൂടാകുമ്പോഴത്തേക്കും ഫീൽ ആവുന്നുണ്ടാ? അതെന്താ അങ്ങനെ? അതങ്ങനെയാണ് എന്നോട് ക്ലോസ് ദേഷ്യം പിടിച്ചതിന് എനിക്ക് വല്ലാണ്ട് വിഷമാവും. അപ്പൊ രായം ദേഷ്യപ്പെട്ടല്ലോ, അങ്ങനെ ആവോ? ഇനി രായൊന്നും ദേഷ്യപ്പെടൂല. അല്ല ദേഷ്യപ്പെട്ടാലും അങ്ങനെ ആവോന്ന് ജസ്റ്റ് ക്ലോസ് ആയിട്ടുള്ളവർ അങ്ങനെ ആവാൻ ഞാൻ കുറവാ. രായൻ തന്നെ ഞാനും ഏത് അളിയൻ ബന്ധാണ്. എടാ സുലൈമാനെ ഇപ്പൊ വരാം, കുറച്ച് ഇറച്ചിട്ടുണ്ട്. ചിക്കൻ പിടിച്ചല്ലേ? ഓ ആട് തേരിക്കണ ആ ഫസ്റ്റ് പയ്യനെ ആ തലയിൽ രണ്ട് കോണ മുളച്ചിക്കില്ല, അവന്റെ വീട്ടിൽ കുറെ ആടൊക്കെ ഉണ്ട്. ആ ഓക്കെ ഞാൻ ഇപ്പൊ അപ്പൊ കുറച്ച് സൗമ്യമായിട്ട് സംസാരിക്കണം അല്ലേ? അങ്ങനൊന്നുമില്ല, നിനക്ക് തോന്നുന്ന പോലെ സംസാരിച്ചാൽ മതി. എന്റെ വിഷമൊക്കെ നോക്കിട്ട് എന്ത് ഓ ഞാൻ ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെ ഇതാര്? പെണ്ണിനെ എന്റെ കൊച്ചിനൊന്ന് ഇമ്പ്രസ് ചെയ്യാൻ കോലൊക്കെ മാറ്റിയതാ. എന്റെ കൊച്ചെവിടെ? ഏത് കൊച്ച്? എന്റെ കൊച്ചി ഏത് കൊച്ച്? നീ കൊച്ചുണ്ടാ കൊത്താൻ പറഞ്ഞിട്ട് പറഞ്ഞില്ല. എന്റെ കൊച്ചിന്റെ അടുത്ത് ഇപ്പൊ പോയേ പറ്റുള്ളൂ. എന്നെ ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞു. സാൻഡ്രോ എന്നെയാണ് ഇഷ്ടം. കുറച്ച് കൂടി പറഞ്ഞോളൂ. വലിയ പ്രശ്നങ്ങളൊക്കെ ആവും. അണ്ണ ഇവിടെ എന്തൊക്കെയാ പറയുന്ന അണ്ണ? നിന്നെ ഇഷ്ടമാന്ന് പറഞ്ഞ ഒരുത്തം വന്ന് ഇപ്പൊ ഉണ്ട് അകത്ത്. ആരാ? പ്രക്ഷോഭിന്റെ അകത്ത്. അല്ല അവള് നേരത്തെ പറഞ്ഞിട്ടല്ല, നേരാ ഡ്രസ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന പയ്യെ. രാത്രി ഫുള്ള് ചിക്സാ. ഞാൻ ചിക്കൻ എടുത്ത ആ ചിക്കൻ എടുത്ത ഒരു ലെഗ് പീസ് എടുത്ത്. താങ്ക്സ്. എടാ ഞാനേ ഒന്ന് ഞെക്കല്ലേ ഒരു സെക്കൻഡ്. എടാ പപ്പട അവൻ ചോദിച്ച് അവന് മട്ടൻ ആള് ഇവിടെ കിട്ടും. അപ്പൊ ഞാൻ നിന്റെ വീട്ടിൽ കൊറേ ഉണ്ട് നിനക്ക് മച്ചന്റെ അവനെ കോണ്ടാക്ട് അവൻ നമ്പർ വെച്ചോ. അവന്റെ വീട്ടിൽ കൊറേ ഉണ്ട്. ആട് പശുവാണ് മെയിൻ ആയിട്ട്. പക്ഷെ സ്റ്റോറി എല്ലാവരും വീട്ടിൽ തന്നെ.